ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ എൻ്റെ എളിയ സ്നേഹവന്ദനം നിങ്ങളേവരെയും അറിയിക്കട്ടെ. കർത്താവിന് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വചനം അത് നമ്മെ ആശ്വസിപ്പിക്കുന്നതാണ്, നമുക്ക് സന്തോഷം തരുന്നതാണ്, നമുക്ക് സമാധാനം തരുന്നതാണ്, നമുക്ക് സ്വസ്ഥത തരുന്നതാണ്. എപ്പോഴെല്ലാം പ്രശ്നങ്ങളുടെ മധ്യത്തിലും പ്രശ്നങ്ങളൊന്നുമില്ലാതിരിക്കുമ്പോൾ ലഭിക്കുന്ന സന്തോഷമോ സമാധാനമോ അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. അത് ആർക്ക് ലഭിക്കാം. പക്ഷേ പ്രശ്നങ്ങളുടെ മധ്യത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് സമാധാനം തരാൻ യേശുവിന് മാത്രമേ കഴിയൂ. വലിയ പ്രതിസന്ധികളിലൂടെ മധ്യത്തിലൂടെ നാം ഹൃദയം നീറിപ്പൊകഞ്ഞു പോകേണ്ട സാഹചര്യങ്ങളിൽ ഉള്ളിൽ സന്തോഷിച്ചുകൊണ്ട് എൻ്റെ ദൈവം അറിയാതെ എനിക്ക് ഒന്നും വരികയില്ല എന്നുള്ള നിർണയത്തോടെ മുന്നോട്ട് പോകാൻ നമുക്ക് ഇടയാക്കുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. രോഗത്തിൻ്റെ മധ്യത്തിൽ കർത്താവ് സമാധാനം തരും. ശരീരത്തിൽ രോഗം വന്ന് വേദനയാൽ ശരീരം പുളയുമ്പോൾ അതിൻ്റെ മധ്യത്തിൽ ആശ്വാസത്തിൻ്റെ കരം തലോടുന്ന് നമുക്ക് അനുഭവിക്കാം. കടബാധ്യത മറ്റൊരു ഞെരുക്കമാണ്. കടബാധ്യതയിലൂടെ കടന്നു പോകുമ്പോൾ എങ്ങനെ ഈ കടം മാറും, എങ്ങനെ ഈ ഒരു കടത്തിനൊരു പൊറുതി കിട്ടും, ചിന്തിച്ചാൽ ഒരു പരിഹാരവും കാണുന്നില്ല. പക്ഷേ അതിൻ്റെ മധ്യത്തിൽ യേശു സ്വസ്ഥത തരും. അനേകം ഈ ലോകത്തിലുള്ള മനുഷ്യർ ദൈവവുമായി ബന്ധമില്ലാത്തവർ കടബാധ്യത വരുമ്പോൾ നിരാശപ്പെടും, അല്ലെങ്കിൽ രോഗം വരുമ്പോൾ നിരാശപ്പെടും, പ്രതിസന്ധികൾ വരുമ്പോൾ നിരാശപ്പെടും. അവർ ആത്മഹത്യയിൽ അഭയം കണ്ടെത്തും, അല്ലെങ്കിൽ മദ്യപാനത്തിന് അടിമകളായിത്തീരും. മറ്റ് അനേകം മയക്കുമരുന്നുകൾക്ക് അടിമകളായിത്തീർന്ന് അവർ ആ ഒരു പൈശാചികമായ അടിമത്വത്തിലേക്ക് പോകും. എന്നാൽ യേശുവിനെ സ്നേഹിക്കുന്ന ഒരു ദൈവവൈതൽ അവൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ കർത്താവിൻ്റെ വചനത്തിൽ എഴുതിയതായ വാക്യങ്ങൾ, ദൈവവചനം, ദ വേർഡ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ വചനം അവൻ ധ്യാനിക്കുകയും ഓർക്കുകയും അത് ജീവിതത്തിൽ അനുഭവമാക്കാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യും. എന്താണ് കർത്താവിൻ്റെ വചനം? ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ നമുക്ക് കഷ്ടതകളുണ്ട്. എന്നാൽ കർത്താവ് പറഞ്ഞ വാക്കിൽ തന്നെ വേറൊരു അർത്ഥം അവിടെ അന്തർലീനമായി കിടക്കുന്നുണ്ട്. ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എന്നാൽ കഷ്ടതയില്ലാത്ത വേറൊരു ലോകമുണ്ടെന്നാണ് ആ വാക്കിൽ നിറഞ്ഞു നിൽക്കുന്നൊരു കാര്യം. മക്കളെ, ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ നമുക്ക് കഷ്ടതയെ നേരിടേണ്ടി വരുമെന്നാണ് നമ്മുടെ കർത്താവ് പറഞ്ഞത്. എന്നാൽ കഷ്ടതയില്ലാത്തൊരു രാജ്യമുണ്ട്, കണ്ണുനീരില്ലാത്തൊരു ഒരു ഒരു ദേശമുണ്ട്. അവിടെ കണ്ണുനീരില്ല, അവിടെ ദുഃഖമില്ല, അവിടെ വിലാപമില്ല, അവിടെ കടബാധ്യതയില്ല, അവിടെ മറ്റൊന്നുമില്ല. യേശുരാജന്റെ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞ സ്ഥലം. അവിടെ നാം കർത്താവിനെ സത്യത്തിലും ആത്മാവിലും സന്തോഷത്തോടെ മതിമറന്ന് ആരാധിക്കും. ആ ഒരു ഭാഗ്യം നാടിനു വേണ്ടി ഒരുക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അധ്വാനിക്കുന്നതാണ് നാം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ വചന കേൾവി. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അധ്വാനിക്കുകയാണ്. യേശുവിൻ്റെ രണ്ടാമത്തെ വരവിൽ ഒരു കൂട്ടം വിശുദ്ധ ജനത്തെ ഒരുക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അധ്വാനിക്കുകയാണ്. ദൈവമക്കളിലൂടെ തനിക്ക് വേണ്ടി ജീവിതം വേർതിരിച്ച് കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി തങ്ങളെ തന്നെ സമർപ്പിച്ച് കറവറ്റാതെ ജീവിക്കണം, ഒരു വിശുദ്ധ ജീവിതം നയിക്കണം, യേശു പ്രസാദിക്കുന്ന ഒരു ജീവിതം നയിക്കണം, യേശുവിൻ്റെ ഇഷ്ടപ്രകാരം മുന്നോട്ട് പോകണം. ശുശ്രൂഷയാകട്ടെ, ജീവിതമാകട്ടെ, അങ്ങനെ സമർപ്പണമുള്ള ദൈവമക്കളിലൂടെ കർത്താവ് സംസാരിക്കും. കർത്താവ് ദൈവമക്കളെ ഒരുക്കും. കർത്താവിൻ്റെ പ്രിയമക്കളെ കർത്താവ് ശുദ്ധീകരിച്ച് ഒരുക്കി കർത്താവിൻ്റെ മേഘപ്രത്യക്ഷതയ്ക്ക് വേണ്ടി കർത്താവ് ഒരുക്കും. ഇനി ഈ ലോകത്തിൽ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ സംഭവം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അത് ബോംബ് പൊട്ടുന്നതോ അല്ലെങ്കിൽ ഒരു മൂന്നാം ലോകമായതോ അതൊന്നുമല്ല. അതൊക്കെ നടക്കും. പക്ഷേ ഏറ്റവും വലിയ സംഭവം യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവായിരിക്കും. യേശു വരും പ്രിയരെ. യേശുക്രിസ്തു ജനിക്കുന്നതിന് മുമ്പേ യേശുവിനെ കുറിച്ച് പ്രവാചകന്മാർ എഴുതി. 750 വർഷവും 1000 വർഷമൊക്കെ മുമ്പ് എഴുതി വെച്ചു. സങ്കീർത്തന പുസ്തകത്തിൽ 1000 വർഷം മുമ്പ് എഴുതി വെച്ചു.
യേശുവിൻ്റെ ക്രൂശാരോഹണത്തെക്കുറിച്ചെല്ലാം, അതെല്ലാം നിറവേറി. യേശു ജനിക്കാൻ പോകുന്ന എങ്ങനെയാണെന്നെല്ലാം നിറവേറി, എല്ലാം നിറവേറും. ഈ തിരുവചനത്തിൽ എന്തെല്ലാം എഴുതിയിട്ടുണ്ടോ ഒരാ വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും മാറാതെ അതെല്ലാം നിറവേറും. മകനെ, നിനക്ക് ഈ തിരുവചനത്തിൽ നിന്ന് കർത്താവ് എന്തെങ്കിലും വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം നിറവേറും. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും, അതിന് കോടി വാഗ്ദത്തം ഉണ്ടെങ്കിലും അതിന് ഉവ്വ് എന്നേ യെസ്, അത് സംഭവിച്ചിരിക്കും. കർത്താവിന് സ്തോത്രം. ഞാൻ ആമുഖമായി അത്രയും പറയുന്നേ ഉള്ളൂ. പക്ഷേ നാം ചിന്തിക്കുന്ന വിഷയം മർക്കോസിന് സുവിശേഷം 3-ാം അധ്യായമാണ്. അതിൻ്റെ ആദ്യ ഭാഗം, യേശു പിന്നെയും പള്ളിയിൽ ചെന്നു. യേശു കൂടെ വരികയാണ്. യേശു പിന്നെയും വരികയാണ്. യേശു പിന്നെയും നമ്മുടെ പിന്നാലെ നടക്കുകയാണ്. യേശു മടുപ്പില്ലാതെ, ക്ഷീണമില്ലാതെ, ഒട്ടും ഭാവവ്യത്യാസമില്ലാതെ യേശു നമ്മുടെ പിന്നാലെ നടക്കുകയാണ്. കൂടെ നമ്മുടെ അരികിലേക്ക് വരികയാണ്. എങ്ങനെ? വചനമായി. നിങ്ങൾ ഓരോ ദിവസവും ഈ തിരുവചന ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കൂ, നിങ്ങൾ ദൈവസന്നിധിയിൽ ഓർക്കൂ, നിങ്ങളെ തേടി, ഓരോരുത്തരെയും തേടി വരുന്ന ക്രിസ്തുവിൻ്റെ ആർദ്ര സ്നേഹം. ആ സ്നേഹം ഇപ്പോഴും നിങ്ങളുടെ തൊട്ടടുത്ത് വന്നുകൊണ്ട്, നിങ്ങളെ തന്നെ നോക്കിക്കൊണ്ട്, നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നോക്കിക്കൊണ്ട്, സങ്കടങ്ങളും ആകുലങ്ങളും പ്രതിസന്ധികളിൽ എങ്ങനെ മുന്നോട്ട് പോകണമെന്നറിയാതെ വലഞ്ഞു കഴിയുന്ന നിങ്ങളുടെ അവസ്ഥകളിലേക്ക് അങ്ങ് ചുഴിഞ്ഞു നോക്കിക്കൊണ്ട്, കർത്താവ് അതിനെല്ലാം പരിഹാരം എൻ്റെ അടുക്കലുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. യേശു പിന്നെയും പള്ളിയിൽ ചെന്നു. അവിടെ വരണ്ട കൈയുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യന്റെ വരൾച്ച മാറ്റാനാണ് യേശു പള്ളിയിൽ ചെന്നത്. ഞാൻ ചിന്തിക്കുന്നു, അതിനു മുമ്പും യേശു പള്ളിയിൽ പോയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ആ വരണ്ട കൈയുള്ള മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നോ ഇല്ലായിരുന്നോ നമുക്കറിയില്ല. ഉണ്ടായിരിക്കാനാണ് സാധ്യത. പക്ഷെ എന്തുകൊണ്ടോ അന്ന് സൗഖ്യം നടന്നില്ല. നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഒരു പ്രാവശ്യം ഒരു ചർച്ചിൽ പോയി, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ഒരു ദൈവവചനം കേട്ടു, അല്ലെങ്കിൽ ഒരു 5 പ്രാവശ്യം കേട്ടു, ഒരു 10 പ്രാവശ്യം കേട്ടു, എൻ്റെ ജീവിതത്തിൽ ആഗ്രഹിച്ചത് നടന്നില്ലല്ലോ എന്ന് കരുതി നിങ്ങൾ മടുത്തു പോകരുത്. യേശു വരും. യേശു ലേറ്റ് ആകുകയില്ല. ഡിലേസ് ആർ നോ ഡിനയൽസ് എന്ന് ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്. ഡിലേ വരാം, താമസം വരാം, പക്ഷെ ഇത് ഡിനയലല്ല, അവഗണനയല്ല. നമ്മെ ദൈവം മറന്നിട്ടില്ല, നമ്മെ ദൈവം മറക്കുകയില്ല. നമ്മെ ദൈവം മറക്കുകയില്ല. നമ്മിൽ ഒരു വേല ദൈവം ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ, അഥവാ നമ്മുടെ ജീവിതത്തിൽ ഇന്ന കാര്യം ചെയ്യണമെന്ന് കർത്താവ് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ, അത് കൃത്യസമയത്ത്, സമയം തെറ്റാതെ നടക്കും. നമ്മൾ തിരക്ക് പിടിക്കും, അയ്യോ ഇത്രയും നാളായിട്ട് നടന്നില്ലല്ലോ. സ്വാഭാവികമാണ്, കാരണം നാം മനുഷ്യരാണ്. പക്ഷെ കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെയും എന്നീ കാര്യം നിങ്ങൾ മറക്കരുത്. ദൈവത്തിന്റെ വചനത്തിലുണ്ട്. കർത്താവിന് എങ്ങനെയാണ്? നമുക്ക് 1000 ദിവസം കഴിഞ്ഞ പോലെ തോന്നും. പക്ഷെ കർത്താവിനത് ഒരു ദിവസം പോലെയാണ്. കർത്താവിന് ഒരു ദിവസമേ ആയിട്ടുള്ളൂ. അപ്പൊ നമ്മൾ വിചാരിക്കും, അയ്യോ കർത്താവ് മറന്നോ, എന്നെ മറന്നോ? ഇല്ല, ഒരു ദിവസമേ ആയിട്ടുള്ളൂ. ദൈവത്തിന് സ്തോത്രം. അപ്പൊ 1000 ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 സംവത്സരം ഒരു ദിവസം പോലെ. ഇപ്പൊ 1000-ൽ 1 കർത്താവ് ചിലപ്പോൾ കാണുകയുള്ളൂ. നാം അതൊന്നും നിരാശപ്പെടരുത്, തളരരുത്, പാടരുത്. ദൈവവചനത്തിന്റെ സന്നിധിയിൽ നിങ്ങൾ പോകണം. നിങ്ങൾ കൂട്ടായ്മ കൂടണം. സഭായോഗങ്ങളിൽ സംബന്ധിക്കണം. ദൈവാത്മാവ് വ്യാപരിക്കുന്ന സുവിശേഷ യോഗങ്ങളിൽ നിങ്ങൾ സംബന്ധിക്കണം. അത് ചർച്ച നോക്കേണ്ട ആവശ്യമില്ല. ഇന്ന ചർച്ചിലേ ഞാൻ പോകൂ, ഇന്ന ദൈവദാസന്റെ പ്രസംഗം ഞാൻ കേൾക്കൂ, അങ്ങനെയൊന്നും ഉള്ളതായ ഇടുങ്ങിയ ചിന്താഗതികൾക്ക് പോകരുത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആരിലൂടെയെങ്കിലും വ്യാപരിച്ചാൽ ഞാൻ അവിടെ ഉണ്ടാകും. അതായിരിക്കണം നമ്മുടെ ചിന്ത. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒന്നേ ഉള്ളൂ. ആ പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്ന രംഗത്ത് നാം ആയിരിക്കണം. അത് ഒരു രംഗമൊന്നുമല്ല. എല്ലാവരും പറയും, ഞങ്ങളുടെ ഈ രംഗത്ത് മാത്രമേ പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്നുള്ളൂ. അത് വളരെ വളരെ ഇടുങ്ങിയ ഒരു ചിന്താഗതിയാണ്. ഞങ്ങളുടെ കൂട്ടായ്മയിലെ ആത്മാവുള്ളൂ. ഇത്രയും ശ്രേഷ്ഠമായ കൂട്ടായ്മ, ഇത്രയും ശ്രേഷ്ഠമായ കാഴ്ചപ്പാട്. മോനെ, നിനക്കറിയാമോ, 850 കോടിയുള്ള ജനങ്ങളെ നീ കണ്ടിട്ടുണ്ടോ? നീ ഏതൊക്കെ രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്? ഏതൊക്കെ ശുശ്രൂഷകളിൽ പങ്കെടുത്തിട്ടുണ്ട്? ആയിരക്കണക്കിന്
പതിനായിരക്കണക്കിന് ചർച്ചകളും കൂടിവരവുകളും ഉള്ളതായ ഈ ലോകത്തിൽ മോനെ, നീ 2 or 3 കൂട്ടായ്മയിൽ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയിൽ പോയിട്ട് നീ മറ്റുള്ളതിനെയെല്ലാം നീ വിധിച്ചാൽ അത് തെറ്റാണ്. ആ കാഴ്ചപ്പാട് തെറ്റാണ്. കർത്താവിന് സ്തോത്രം. മോനെ, നിന്റെ കൂട്ടായ്മയേക്കാൾ വിശുദ്ധിക്ക് വേണ്ടി ദാഹിക്കുന്ന അനേകം കൂട്ടായ്മകൾ കാണും. മോനെ, നിന്നേക്കാൾ കൂടുതൽ വിശുദ്ധിക്ക് വേണ്ടി കൊതിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ജാഗരിക്കുകയും ഉപവസിക്കുകയും ദൈവസന്നിധിയിൽ കാത്തിരിക്കുകയും ചെയ്യുന്ന അനേകായിരം ദൈവമക്കൾ ഈ ഭൂമിയുടെ അറ്റത്തുണ്ടാകാം. ഇല്ലെന്ന് പറയാൻ മോനെ നീ ആരാ? മോളെ നീ ആരാ? ഞാനാരാ? ആരുമല്ല. അന്ന് ഏലിയാവ് പറഞ്ഞു, ഞാനൊരുവൻ മാത്രം. ഇന്ന് അനേകം സഭക്കാരുടെയും അനേകം കൂട്ടായ്മക്കാരുടെയും അനേകം നേതാക്കന്മാരുടെയും ചിന്താഗതിയാണ് ഞാനൊരുവൻ മാത്രം. എന്തൊരു കട്ടിയിലാണ് പറഞ്ഞത്, ഞാനൊരുവൻ മാത്രം. കർത്താവ് പറഞ്ഞു, ബാലിന് മുട്ടുമുടക്കാത്ത 7000 ഞാൻ ശേഷിപ്പിച്ചു വയ്ക്കുന്നു. 7000 അന്നത്തെ കാലത്ത് ഉണ്ട്. 7000 ഉണ്ട്. നാം അത് ചിന്തിക്കണം. ആ ഒരു ചിന്താഗതി ലഭിക്കണമെങ്കിൽ കർത്താവ് നമുക്ക് കണ്ണു തുറന്നു തരണം. ഇന്ന് അനേകർ, ഞാൻ കുറ്റം പറയുകയല്ല, ഒരു കണ്ണാഴ്ചയൊക്കെ കിട്ടി, പക്ഷെ മനുഷ്യരെ കാണുന്നു മരങ്ങളെ പോലെ. അങ്ങനെയാകരുത്. മനുഷ്യരായി കാണാൻ പഠിക്കണം. മനുഷ്യരെ ദൈവത്തിൻ്റെ കൈപ്പിണുകളായി കാണാൻ കഴിയണം. അത് മരങ്ങളാണെന്ന് ചിന്തിക്കരുത്. അനങ്ങയില്ലാത്ത മരങ്ങളാണെന്ന് നാം ചിന്തിച്ചു പോകരുത്. അത് നമ്മുടെ കാഴ്ചപ്പാട് കുറവുകൊണ്ടാണ്. നമുക്കത്രേ കാഴ്ച കിട്ടിയിട്ടുള്ളൂ. എൻ്റെ കൂട്ടായ്മ, എൻ്റെ സഭ, എൻ്റെ ചർച്ച്, എൻ്റെ വിശ്വാസികൾ, എൻ്റെ ശുശ്രൂഷ, അതിലൊന്നും തങ്ങി നിൽക്കരുത്. എല്ലാം കർത്താവിൻ്റെ അല്ലേ പ്രിയരെ? യേശു രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയതല്ലേ? തൻ്റെ രക്തം കൊണ്ട് യേശു വിലയ്ക്ക് വാങ്ങിയ കർത്താവിൻ്റെ സഭ, കർത്താവിൻ്റെ മക്കൾ, കർത്താവ് തന്ന ശുശ്രൂഷ, എന്ത് നമുക്ക് അഭിമാനിക്കാനുണ്ട്? എല്ലാം ദാനമല്ലേ? എല്ലാം കൃപയല്ലേ? എല്ലാം ദൈവത്തിൻ്റെ സൗജന്യമായ ദാനമല്ലേ? ആർക്ക് അഭിമാനിക്കാനുണ്ട് നിത്യനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ? കർത്താവിൻ്റെ സ്തോത്രം. അതുകൊണ്ട് ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. ജീവനുള്ള ദൈവം എല്ലാം അറിയുന്നു. അതുകൊണ്ട് നാം ദൈവത്തിൻ്റെ വചനം കേൾക്കണം. ഒരു ഞായറാഴ്ച പോയി വചനം കേട്ടു, പിന്നെ പിറ്റേ ഞായറാഴ്ച അപ്പോഴത്തേക്ക് ഏകദേശം തണുത്തുറഞ്ഞ് മരവിച്ചായിരിക്കും വരുന്നത്. ഇതെങ്ങനെ ഒരു പ്രോസസ്സാണ്. മരവിച്ചുറന്ന് സഭയിലോ ചർച്ചിലോ കൂട്ടായ്മയിലോ വരും, പിന്നെ 2 ദിവസത്തേക്ക് കാണും, പിന്നെ മരവിപ്പ്. ഇതല്ല. 365 ദിവസവും 24 മണിക്കൂറും ആഴ്ചയിൽ 7 ദിവസവും യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിക്കണം. അതിന് നാം വചനം കേൾക്കണം, പ്രാർത്ഥിക്കണം, ദൈവത്തെ ആരാധിക്കണം, ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കണം. കർത്താവിന് സ്തോത്രം. ഞാൻ പറഞ്ഞത്, യേശു തേടി വന്നു ആരെ? കുറവുള്ളവരെ. എനിക്കത് വീണ്ടും പറയാൻ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യവും പറഞ്ഞപ്പോൾ എൻ്റെ ജീവിത അനുഭവത്തോട് ചേർത്ത് പറഞ്ഞു. ഞാനിപ്പോൾ അനുഭവമൊന്നും പറയുന്നില്ല, പക്ഷേ അതെനിക്ക് പറയാൻ വളരെ സന്തോഷമാണ്. കാരണം എൻ്റെ യേശു ആർക്കെല്ലാം കുറവുകളുണ്ട്, എവിടെയെല്ലാം ബലഹീനതകളുണ്ട്, യേശു ഓടി വരും. അപ്പാ എന്ന് വിളിക്കുമ്പോൾ യേശു ഓടി വരും. എൻ്റെ ദൈനംദിന ജീവിതത്തിൽ, എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ, എൻ്റെ കുടുംബ ജീവിതത്തിൽ ഞാനതെല്ലാം അനുഭവിക്കുന്നു. ഒരളവിൽ അനുഭവിക്കുന്നു. കർത്താവിന് തികഞ്ഞിട്ടല്ല. എൻ്റെ പ്രിയരെ, നിങ്ങൾ യേശുവിനെ അനുഭവിക്കണം. നിങ്ങളെ തേടി നിങ്ങളുടെ പിന്നാലെ, മോനെ നിൻ്റെ പിന്നാലെ, മകളെ നിൻ്റെ പിന്നാലെ എത്രയോ നാളുകളായി നിന്നെ മുഴുവനായി ഒന്ന് കിട്ടുവാൻ, നിന്റെ വരൾച്ചകൾ മാറ്റുവാൻ, നിന്റെ കുറവുകൾ പരിഹരിക്കുവാൻ, നിന്റെ പോരായ്മകൾക്കൊരു പരിഹാരം തരുവാൻ യേശു എത്രയോ കാലങ്ങളായി മോനെ നിന്റെ പിന്നാലെ നടക്കുന്നു. മുഴുവനായി അങ്ങ് വിട്ടുകൊടുക്കുക. മുഴുവനായി, ഒന്നും ചിന്തിക്കാതെ, അപ്പാ ഞാൻ മുഴുവനായി ഏൽപ്പിക്കുന്നു. എൻ്റെ ചിന്താഗതികൾ പോലും താഴെ വയ്ക്കുന്നു. എൻ്റെ ബുദ്ധി താഴെ വയ്ക്കുന്നു. എൻ്റെ ചിന്തകൾ താഴെ വയ്ക്കുന്നു. അതാ അങ്ങനെ തേടി വന്നു. അങ്ങയുടെ കരങ്ങളിലേക്ക് എൻ്റെ കുറവുകളോടുകൂടെ, എൻ്റെ വരൾച്ചയോടുകൂടെ ഞാൻ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ കർത്താവ് ഏറ്റെടുക്കും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. കർത്താവിൻ്റെ പൊന്നുകരം നിങ്ങളെ താങ്ങും. ആ വലിയ പ്രത്യാശയാൽ നമുക്ക് നിറയാം. ദൈവത്തിനൊരു കാര്യം അസാധ്യമല്ല. പ്രിയപ്പെട്ടവരെ, ആ ജീവനുള്ള ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങളെ തഴുകട്ടെ, തലോടട്ടെ, അനുഗ്രഹിക്കട്ടെ, നിങ്ങളെ കുറവുകളും പോരായ്മകളും മാറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും യേശു ക്രിസ്തുവിൻ്റെ നാമം ചൊല്ലി നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. കർത്താവ് എല്ലാവരെയും നിറപടിയായി അനുഗ്രഹിക്കട്ടെ. ഞാൻ നിങ്ങളോട് അറിയിക്കട്ടെ, നിങ്ങൾക്ക് ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടോ? ഞങ്ങൾ പറയുന്നത്, നിങ്ങൾ മുഴങ്കാൽ മുടക്കി യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചിട്ട് നിങ്ങൾ തന്നെ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രാർത്ഥന കർത്താവ് കേൾക്കും. ഇനി ഏതെങ്കിലും പ്രാർത്ഥനാ സഹായം നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? തീർച്ചയായും ഞങ്ങളുമായി കോൺടാക്ട് ചെയ്യാം. ഒരു പ്രയാസവും ഇല്ല. താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി കോൺടാക്ട് ചെയ്താൽ ആത്മാർത്ഥമായി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കും.
അതിനിടയാകട്ടെ. കർത്താവ് നിങ്ങളെ